എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് പൈരോഗ്രാം ബോട്ട് ഉണ്ടാക്കുക എന്നാണ്. അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഓക്കെ, ഫസ്റ്റത്തെ എപ്പിസോഡാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടേനെ. അതേപോലെ തന്നെ ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് 100 ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ 3K പോകുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ മച്ചാന്മാരുണ്ടാകുന്നത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളുടെ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൊണ്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഗിറ്റബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, github/new എന്ന് ക്രോമിലായിട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, github.com/new എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ റിപ്പോസിറ്ററി നെയിം എന്നിട്ട് കൊടുക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ റിപ്പോസിറ്ററി നെയിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് സ്റ്റഡി പൈരോഗ്രാം എൽറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റഡി പൈരോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിങ് ഒന്ന് കൊടുക്കാം. ഓക്കെ, ആ ബോട്ടൊന്ന് റിമൂവ് ആക്കിയാണ് സ്റ്റഡി പൈരോഗ്രാമിൽ കൊടുത്താൽ. ഓക്കെ, അതിൻ്റെ ഇവിടെ നമുക്കിവിടെ 2 ഓപ്ഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പബ്ലിക് റിപ്പോസിറ്ററി വേണം, പ്രൈവറ്റ് റിപ്പോസിറ്ററി വേണമെന്ന്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുള്ളത് പ്രൈവറ്റ് റിപ്പോസിറ്ററിയാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ പ്രത്യേകിച്ച് നമുക്ക് ഇതിലൊന്നും കൊടുക്കാനില്ല. പിന്നെ അവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡാക്കി കൊടുത്താൽ മതി. പിന്നെ ലൈസൻസ് നിർബന്ധമായിട്ട് കൊടുക്കണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കൊടുക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നല്ലതാണ്. ഓക്കെ, വേണ്ട ഒരു ലൈസൻസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് റിപ്പോസിറ്ററി. ഓക്കെ, ക്രിയേറ്റ് റിപ്പോസിറ്ററി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു പുതിയൊരു റിപ്പോസിറ്ററിയുടെ ക്രിയേറ്റ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൈരോഗ്രാം ആൻഡ് TG ക്രിപ്റ്റോ ഈ റിപ്പോസിറ്ററിയിലൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടി 3 ഡോട്ട്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഫയലിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടായിട്ട് ഈ ഫയലിന് പേര് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ requirements.txt. ഓക്കെ, ഈ ഒരു പേരും കൊടുക്കാം. സ്മോൾ ലെറ്ററിൽ ബിഗ് ലെറ്ററിലല്ല, ഇപ്പോൾ എഴുതി കാണിച്ചാൽ അതുപോലെ കൊടുക്കാം. എന്നിട്ടായിട്ട് ഇവിടെ നിങ്ങൾ പൈരോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പൈരോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ഓക്കെ സെക്കൻഡ് ലൈനിൽ TG ക്രിപ്റ്റോ എന്ന് നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്പെല്ലിങ് തെറ്റാൻ പാടില്ല. ഓക്കെ, ഇതുപോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നേരെ കമ്മിറ്റ് ചേഞ്ചസ് എന്ന അതിൽ ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കമ്മിറ്റ് ചേഞ്ചസ്. അടുത്തതായിട്ട് പൈത്തൺ ഒന്ന് ഇൻസ്റ്റാൾ ആക്കി കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടി എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പുതിയൊരു ഫയലൊന്ന് ക്രിയേറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ക്രിയേറ്റ് ന്യൂ ഫയൽ. അപ്പോൾ ഫയലിന് പേര് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ runtime.txt. ഇപ്പോഴത്തെ ID കാർഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒന്ന് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഇവിടെ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ പുതിയൊരു ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത് വെച്ചാൽ പുതിയൊരു ടാബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പൈത്തൺ സെർച്ച് ചെയ്യാം. പൈത്തൻ്റെ വെബ്സൈറ്റിൽ പോകാം. പൈത്തൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ കാണാൻ സാധിക്കും ലാസ്റ്റ് വെർഷൻ ആയിട്ട്. ഓക്കെ, പൈത്തൺ 3.10.5 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വെർഷന്. ഓക്കെ, എന്നിട്ട് നേരെ നിങ്ങളുടെ റിപ്പോസിറ്ററിയിലേക്ക് പോകാം. നിങ്ങളുടെ റിപ്പോസിറ്ററിയിലേക്ക് പോയതിന് ശേഷം ഇവിടെ കണ്ടൻറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, പൈത്തൺ എന്ന് കൊടുക്കാം. എന്നിട്ട് മൈനസിൻ്റെ ഒരു ചിഹ്നം കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്തതിന് ശേഷം = അല്ല മൈനസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ വെർഷൻ ഇവിടെ എന്താണ് വെർഷൻ കണ്ടിട്ടുള്ളത് ഈ ഒരു വെർഷനാണ് കൊടുക്കുക. എനിക്ക് കണ്ടിട്ടുള്ളത് 3.10.5 ആണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്ന വെർഷനിങ് അവിടെ നിന്ന് കൊടുക്കാം. ഓക്കെ, 3.10.5 കൊടുത്തു. എന്നിട്ട് ഒരു കമ്മിറ്റ് ന്യൂ ഫയലുണ്ട്, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പൈത്തൺ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മെയിൻ ഫയൽ ക്രിയേറ്റ് ആക്കണം. ഓക്കെ, ഇതാണ് ബോട്ടിൻ്റെ മെയിനായിട്ടുള്ള കോഡൊക്കെ സെറ്റാക്കുന്ന ഫയൽ. ഓക്കെ, ക്രിയേറ്റ് ന്യൂ ഫയലിലേക്ക് പോവാം. എന്നിട്ടായിട്ട് ഫയലിന് main.py എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇതാണ് ബെറ്റർ main.py. അതിൻ്റെ ഇവിടെ വാല്യൂ ഒന്നും കൊടുക്കണ്ട, empty ആണ്, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കമ്മിറ്റ് ന്യൂ ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെയിൻ ഫയൽ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് മെയിൻ ഫയലും പ്രോക്ക് ഫയലും അറ്റാച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ക്രിയേറ്റ് ന്യൂ ഫയൽ. ഓക്കെ, പുതിയൊരു ഫയലൊന്ന് ക്രിയേറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഫയലിന് പേര് കൊടുക്കേണ്ടത് പ്രോക്ക് ഫയലാണ്. ഓക്കെ, PROCFILE. ഓക്കെ, P ബിഗ് ലെറ്ററാണ്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിലാണ്. ഇതുപോലെ കൊടുക്കാം. ഓക്കെ, എൻ്റെ വാല്യൂ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഞാൻ എഴുതിയിട്ട് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊടുക്കാം. വർക്കർ ഡബിൾ പുള്ളിക്കുത്ത്.
ഓക്കെ, പൈത്തൺ 3 എന്ന് കൊടുക്കാം. പൈത്തൺ കൊടുത്താൽ പ്രശ്നമില്ല, പൈത്തൺ 3 കൊടുക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. പൈത്തൺ 3 ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ മെയിൻ ഫയൽ നെയിം, ഓക്കെ, മെയിൻ ഫയൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ആക്കിന് ആ മെയിൻ ഫയലിൻ്റെ നെയിം ഒന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുള്ള main.py ആണ് മെയിൻ ഫയലിൻ്റെ നെയിം. ആ മെയിൻ ഫയലിൻ്റെ നെയിം കൊടുത്തതിന് ശേഷം കമ്മിറ്റ് ന്യൂ ഫയലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫയൽ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം. അടുത്ത പാർട്ടായിട്ട് വരുന്നുണ്ട്, വീണ്ടും കാണാം. ബൈ.